നല്ല ഗൈസ്, നല്ല ടേസ്റ്റും ഹെൽത്തിയും റിച്ച് ആയിട്ടുള്ള നല്ല സാലഡ് ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ബേബി കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രൊക്കോളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നല്ലോണം സ്ലൈസ് ചെയ്തെടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ സ്ലൈസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അടച്ച് വേവിക്കുക. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ വേവിച്ചെടുത്തത്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഇനി ഊറ്റി കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, നിങ്ങൾക്ക് ഏതെല്ലാമാണോ താല്പര്യം അതൊക്കെ ഇടാവുന്നതാണ്. ഇനി അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബട്ടറിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ച ബേബി കോണും ബ്രൊക്കോളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ സാദാ കോണും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത് രണ്ടും മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് സോൾട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാൻ പിന്നെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാതെ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് പൊടിയാകുമ്പോൾ അങ്ങനെ ചേർത്താൽ മതി. ഞാൻ കല്ലുപ്പിട്ടതുകൊണ്ടാണ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇടേണ്ടതുള്ളൂ. കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പം ഞാനിതാ ഇതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇടുന്നവർക്ക് ഇടാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം സോൾട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നല്ല സാലഡ് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കുറച്ചാൽ മതി. പിന്നെ വെറുതെ അങ്ങനെ സോൾട്ട് ചെയ്തിട്ടും കൊടുക്കാവുന്നതാണ്. ബട്ടർ അൺസാൾട്ടാണോ സാൾട്ടാണോ നോക്കണം. അപ്പോൾ അൺസാൾട്ട് ആണെങ്കിൽ മാത്രമേ ഉപ്പിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. ഇതുപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.